ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. എല്ലാവർക്കും മംഗളം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മംഗളാചരണം. സൗന്ദര്യലഹരി കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവര്യായ യതിരാജായതേ നമഃ. ശ്ലോകം 88. പദം ദേ കീർത്തീനാം പ്രപദമപദം ദേവി വിപദാം കഥം നീദം സദ്ഭേ കഠിനകമഠീ കർപ്പരതുലാം കഥം വാ ബാഹോഭ്യാമുപയമനകാലേ പുരഭിദാ യദാദായന്യസ്തം ദൃശതി ദയമാനേന മനസാ. പദം തേ കീർത്തീനാം പ്രപദം അപദം ദേവി വിപതാം കഥം നീദം സദ്ഭിഃ കഠിന കമഠീ കർപ്പര തുലാം കഥം വാ ബാഹുഭ്യാം ഉപയ മനകാലേ പുരഭിദാ യത് ആദായ ന്യസ്തം ദൃശതി ദയമാനേന മനസ. ഹേ ദേവി, അല്ലയോ ശ്രീ മഹാദേവി, കീർത്തീനാം യശസ്സുകൾക്ക് പദം ഇരിപ്പിടമായും വിപദാം ആപത്തുകൾക്ക് അപദം സ്ഥാനമല്ലാതെയും ഇരിക്കുന്ന തേ, അതായത് അമ്മയെ പ്രാർത്ഥിച്ചാൽ ആപത്തുകളൊന്നും ഉണ്ടാവില്ല, എന്നാൽ കീർത്തികളും യശസ്സുകളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അതിന് ഇരിപ്പിടമാണ് അമ്മയുടെ പാദം. തേ നിന്തിരുവഴിയുടെ പ്രപദം പാദാഗ്രം, അതായത് പുറവടി, പാദത്തിൻ്റെ അഗ്രം. നമ്മൾ നഖത്തിനെക്കുറിച്ചെല്ലാം വർണ്ണിച്ചതാണ്. ഇനിയിപ്പോൾ പാദത്തിൻ്റെ അഗ്രമാണ് പറയുന്നത്. അത് എങ്ങനെയാണെന്ന് പറയുന്നത്. സദ്ഭിഹി, സദ് കവികളാൽ കഠിനകമഠീ കർപ്പരതുലാം, കടുപ്പമുള്ള ആമയോടിൻ സാദൃശ്യത്തെ കഥം നീതം, എങ്ങനെ പ്രാപിക്കപ്പെട്ടു? കവികളൊക്കെ അതിനെപ്പറ്റി വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതായത് ആമയുടെ പുറവടി മാതിരി, തോട് മാതിരിയാണ് അമ്മയുടെ പാദത്തിൻ്റെ മുകൾ വശം പുറവടി. പുരഭിദ, പരമശിവനാൽ ഉപയമനകാലേ, വിവാഹകാലത്തിലെ യത് യാതൊരു പാദാഗ്രം ദയമാനേന, ഇത് വളരെ രസമാണ്. പരമശിവൻ ഉപയമനകാലേ, വിവാഹകാലത്തിൽ യത് യാതൊരു പാദാഗ്രം ദയമാനേന, ദയോടുകൂടി മനസ്സോടുകൂടി ബാഹുഭ്യ, കൈകളെ കൊണ്ട് ആദായ എടുത്തിട്ട് ദൃശതി, കല്ലിന്മേൽ, അതായത് അന്ന് കാലത്ത് വരൻ വധുവിൻ്റെ പാദാഗ്രം എടുത്തിട്ട് അരക്കല്ലിന്മേൽ വെക്കും അത്രേ. കല്ലിന്മേൽ കഥം വാ, എങ്ങനെ നസ്തം വെക്കപ്പെട്ടതായി എന്ന്. അന്ന് കാലത്ത് ഒരു ചടങ്ങാണത്. വിവാഹ ചടങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയാണിത്. അല്ലയോ ശ്രീ മഹാദേവി, കീർത്തികൾക്ക് ആസ്പദവും ആപത്തുകൾക്ക് അവിഷയവുമായ, ആപത്തുകളെല്ലാം നശിപ്പിക്കും, നിന്തിരുവടിയുടെ പാതാരവിന്ദത്തിൻ്റെ പുറവടിക്ക് കടുപ്പമുള്ള ആമയോടിൻ്റെ സാദൃശ്യം സദ്കവികളാൽ എങ്ങനെ വർണ്ണിക്കപ്പെട്ടു? സദ്കവികൾ അമ്മയുടെ പാദാഗ്രം, പാദത്തിൻ്റെ അഗ്രമല്ല, പാദത്തിൻ്റെ പുറവടി ആമയോടിന് സാദൃശ്യമായിട്ടാണ് വർണ്ണിക്കപ്പെട്ടിട്ടുള്ളത്. ത്രിപുരാതകനായ പരമശിവനാൽ വിവാഹ സമയത്തിൽ മനസ്സിൽ അത്യന്തം ദയോടുകൂടി, അതായത് വധുവിനോട് അത്യന്തം ദയോടുകൂടി യാതൊരു കാലടി, അമ്മയുടെ കാലടികളെടുത്ത് കൈകൾ കൊണ്ടെടുത്ത് അരക്കല്ലിന്മേൽ വയ്ക്കപ്പെട്ടു എന്ന്. ഈ ശ്ലോകം ചൊല്ലിയാൽ ഐശ്വര്യമുണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. ആപത്തുകൾ നീങ്ങും, ഐശ്വര്യം ഉണ്ടാവും. ഐശ്വര്യത്തിന് ഉറവിടമായ ഒരു ശ്ലോകമാണ്. അമ്മയുടെ പാദാഗ്രം ഭജിച്ചാലും അതെ, പാദ അഗ്രം മാത്രമല്ല, പാദത്തിൻ്റെ പുറവടി ഭജിച്ചാലും ഐശ്വര്യം ഉണ്ടാവും, ആപത്തുകളെല്ലാം നീങ്ങിപ്പോകും എന്നാണ് പറയുന്നത്. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കായേന വാചാ മനസേന്ദ്രിയർവ്യാം ബുദ്ധ്യാത്മനാ വാം പ്രകൃതേ സ്വഭാവാൻ കരോമി അദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ഓം ശ്രീ മഹാദേവ്യേതി സമർപ്പയാമി. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.